പാപ്പാനെല്ലാം സഹായിക്കണം, അവരെല്ലാവരും തിരിച്ചു തരണം. എൻ്റെ ഉപ്പാനെല്ലാവരും ഒന്ന് സഹായിക്കണം. എൻ്റെ എന്നെ നിങ്ങളെല്ലാവരും സഹായിക്കണം. മക്കളെ ഓർത്തിട്ട് നിങ്ങൾ സഹായിക്കണം. അസ്സലാമലൈക്കും, എല്ലാവർക്കും നമസ്കാരം. അമർഷാനാണ്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ. വളരെ അടിയന്തരമായിട്ടുള്ള ഒരു വിഷയം നിങ്ങളുടെ മുമ്പിൽ പറയാനാണ് പ്രിയപ്പെട്ടവർ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ചെങ്ങളായി പഞ്ചായത്ത് കൊയ്യം പ്രദേശത്ത് ഖാദർ എന്ന് പറയുന്ന പ്രിയ സഹോദരന്റെ വളരെ ദയനീയമായ ഒരു അവസ്ഥ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാനും അവരുടെ അവസ്ഥ നിങ്ങളുടെ മുമ്പിൽ പറയാനുമാണ് പ്രിയപ്പെട്ടവർ വന്നിട്ടുള്ളത്. വളരെ സങ്കടാർഹമായ ഒരു വിഷയമാണ്. ഖാദർക്ക ഒരു പ്രവാസിയായിരുന്നു. പ്രവാസത്തിൽ നിന്ന് ഏകദേശം 2.5 വർഷത്തിന് ശേഷം സന്തോഷമായി നാട്ടിലേക്ക് വന്ന സമയത്ത് പുള്ളിക്ക് ലിവറിന് കംപ്ലൈന്റ് ആണെന്നും ഉടനടി തന്നെ ലിവർ മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടന്നിട്ടില്ലെങ്കിൽ ജീവൻ തന്നെ അപായം സംഭവിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ പുണ്യ റമദാനിൽ ഏറ്റവും അർഹതപ്പെട്ട കുടുംബമാണ്. നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ നിങ്ങൾ ഈ മക്കളെ, കൊച്ചുമക്കളെ ഓർത്തിട്ടെങ്കിൽ നിങ്ങൾ ചെയ്തു നൽകണം. ഈ കുടുംബത്തിനും ആരുമില്ല. ഏകദേശം ലിവർ ട്രാൻസ്പ്ലാന്റേഷനും തുടർ ചികിത്സയും ഒക്കെ കൂടി ഏകദേശം 35 ലക്ഷം രൂപയോളം നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഒരു തരത്തിലും എവിടെ നിന്നും സഹായം ലഭിക്കാൻ ഒരു സാധ്യതയില്ലാത്തതുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ അവസാന പ്രതീക്ഷ എന്നുള്ള നിലയിൽ ഈ പുണ്യ റമദാൻ മാസത്തിൽ നിങ്ങളുടെ മുമ്പിൽ സഹായ അഭ്യർത്ഥന വന്നിട്ടുള്ളത്. നമ്മളൊക്കെ നോമ്പ് നോറ്റ് നിസ്കരിച്ച് ഇബാദത്തുമായി നിൽക്കുമ്പോൾ ഈ മക്കളും ഈ ഭാര്യയും കുടുംബവും ഒക്കെ വളരെ സങ്കടത്തോടു കൂടി ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കൈവിടല്ലേ. നിങ്ങൾ കൈവിട്ടാൽ ഈ പൊന്നുമക്കൾക്ക് ഈ പിതാവിന് നഷ്ടപ്പെടും, ഈ ഭാര്യയ്ക്ക് ഈ ഭർത്താവിന് നഷ്ടപ്പെടും. വേറെ ആരും ഈ കുടുംബത്തിനില്ല. നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത്, പറ്റാവുന്ന രീതിയിൽ സഹകരണങ്ങൾ ചെയ്ത് ഈ പൊന്നു സഹോദരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണമെന്ന് പടച്ചവനെ മുൻനിർത്തി ഞാൻ അപേക്ഷിക്കുകയാണ്. അതേപോലെ ഈ ചികിത്സാ സഹായത്തിനെ പറ്റിയിട്ട് നാട്ടുകാരും കുടുംബക്കാരും എല്ലാവരും നിങ്ങളോട് ഈ വീഡിയോയിൽ സംസാരിക്കുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും സഹകരിക്കും. നിങ്ങളെല്ലാവരും പറ്റാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടുണ്ട്. അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന പ്രിയ സഹോദരന്റെ ചികിത്സാ സഹായ സമാഹരണവുമായി ബന്ധപ്പെട്ട് ഒരു നാട് മുഴുവൻ ഒരുമിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ഈ പുണ്യ റമദാൻ മാസം നിങ്ങൾ നീക്കിവെച്ച ഒരു സക്കാത്തിന്റെ ഒരു ചെറിയ ഓഹരിയെങ്കിലും നൽകി ഈ പിഞ്ചു മക്കളെ ഓർത്തെങ്കിലും പറ്റാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ആ പ്രിയ സഹോദരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരണമെന്ന് വളരെ സങ്കടത്തോടു കൂടി പറഞ്ഞുകൊണ്ട് ഈ ഒരു ചികിത്സാ സഹായ സമാഹരണവുമായി ബന്ധപ്പെട്ട് ജനാർദ്ദനായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. പ്രിയമുള്ളവരെ, കണ്ണൂർ ജില്ലയിലെ ചെങ്ങളായി ഗ്രാമപഞ്ചായത്തിൽ കൊയ്യം എന്ന പ്രദേശത്താണ് നമ്മുടെ പ്രിയപ്പെട്ട MV അബ്ദുൽ ഖാദർ താമസിക്കുന്നത്. കുറച്ച് നാളുകളായി ലിവറിന് അസുഖമായിട്ട് കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വലിയൊരു ചെലവ്, ലിവറിൻ്റെ അസുഖം ബാധിച്ചാൽ നമുക്കറിയാം ഒരു വലിയൊരു ചെലവ് അതിന് വരുന്നതാണ്. ലിവർ മാറ്റിവെക്കണം, അല്ലാത്ത മറ്റൊരു ട്രീറ്റ്മെൻറ്റ് ഇതിനില്ല എന്നുള്ളതാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. ലിവർ മാറ്റിവെക്കുക എന്നുള്ളത് വലിയൊരു ചെലവാണ്. അതുകൊണ്ട് മുഴുവൻ ആളുകളുടെ സഹായ സഹകരണങ്ങൾ കിട്ടിയാൽ മാത്രമേ ഈ ചികിത്സ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. 2 പെൺകുട്ടികളുടെ അടങ്ങുന്ന ഒരു കുടുംബമാണ് ഖാദറിൻ്റെത്. പ്രിയമുള്ളവരെ, ഖാദർ ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാൻ നാസർ വളക്കിയാണ് ഞാൻ. കൊയ്യത്തെ നിർധന കുടുംബത്തിലെ ഒരംഗമായ MV അബ്ദുൽ ഖാദർ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയനാകാൻ വേണ്ടി കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലാണുള്ളത്. ദാനധർമ്മങ്ങൾക്ക് വളരെ പുണ്യമുള്ള ഈ വിശുദ്ധ മാസത്തിൽ എല്ലാ സഹോദര സഹോദരിമാരും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഓർത്ത് അകമഴിഞ്ഞ് സഹായിക്കണമെന്നും വളരെ വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ കാര്യങ്ങൾ ഏകദേശം അമർഷാനും അതുപോലെ തന്നെ ജനാർദ്ദേട്ടനും അതേപോലെ കമ്മിറ്റി അംഗങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളാൽ കഴിയുന്ന എന്ത് സഹായവും ഇതിലേക്ക് വലിയ ഭാരിച്ചൊരു സാമ്പത്തിക ബാധ്യതയാണ്. അസ്സലാമു അലൈക്കും. ആദരണീയരായ ബഹുമാന്യരായ ജനങ്ങളെ, 100 കൂട്ടം അവശരെയും സാധുക്കളെയും പ്രയാസക്കാരെയും സഹായിക്കുകയും സഹകരിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളോടൊരപേക്ഷ, ഈ കുടുംബത്തെ സംരക്ഷിക്കാൻ ഏറ്റെടുക്കാനുള്ള ഒരു ബാധ്യതയും കൂടി ആ കൂട്ടത്തിൽ നിങ്ങളുടെ ഏടുകളിൽ എഴുതി ചേർക്കണമെന്നാണ് വിനയപൂർവ്വം അവതരിപ്പിക്കാനുള്ളത്. പ്രിയമുള്ളവരെ, ഞാൻ ഇവിടെ കൊയ്യത്തെ വാർഡ് മെമ്പറാണ്. പിന്നെ ഖാദർക്കിൻ്റെ അവസ്ഥയും ഞാൻ നേരിട്ട് കണ്ടതാണ്. അപ്പോൾ വളരെ ദയനീയമായിരുന്നു അന്നത്തെ കാഴ്ച. അപ്പോൾ അവരെ കുടുംബത്തെ എല്ലാവിധത്തിലും എല്ലാവരും
നിറഞ്ഞ് സഹായിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ബഹുമാനരായ നാട്ടുകാരെ, എല്ലാവരും മകമഴിഞ്ഞ് സഹായിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. അബ്ദുൽ ഖാദർ എന്ന പ്രിയ സഹോദരന്റെ ചികിത്സാ സഹായ സമാഹരണമായി ഇവിടെ ഒത്തുകൂടിയത് ജാതിമത ഭേദമന്യേ ഒരുപാട് നന്മ നിറഞ്ഞ മനസ്സുകളുള്ള ആളുകളാണ്. ഈ മക്കൾ അനാഥരായി പോവാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കമ്മിറ്റിയുടെ കീഴിലുള്ള അക്കൗണ്ട് നമ്പറും കോൺടാക്ട് നമ്പറും ഒക്കെ ഈ വീഡിയോയുടെ കൂടെ ചേർക്കുന്നുണ്ട്. പറ്റാവുന്ന ആളുകൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് പരമാവധി സഹായം സമാഹരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും.